ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു DIY സ്കിൻ ഗ്ലോയിങ് മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിന് ആദ്യം വേണ്ടുന്നത് അലോവേര ജെല്ലാണ്. അപ്പം ഞാനിവിടെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അലോവേരയാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്കിത് കുറേ നാളിങ്ങനെ പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യണം. പുറത്താണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് പുറത്ത് പോകുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അലോവേര എടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു ചെറിയ ഡപ്പയിൽ അത്ര ഞാൻ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇത് എടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് അർബൻ ബൊട്ടാണിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അലോവേരയാണിത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് ആൽമണ്ട് ഓയിലാണ്, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. അപ്പം ഇത് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതും സെയിം അർബൻ ബൊട്ടാണിക്സിൻ്റെ തന്നെയാണ്. അപ്പം എനിക്ക് ഇവരുടെ ഈ മേടിച്ച പ്രോഡക്റ്റ്സ് എല്ലാം എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ വീഡിയോയിൽ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ നല്ലൊരു അലോവേര വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു അലോവേരയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും അത്യാവശ്യം നല്ലതാണ്. ഓർഗാനിക് ആണ്, അധികം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കളർ ആഡ് ചെയ്തിട്ടില്ല, അതിന് പ്രത്യേകിച്ച് മണോ അങ്ങനെയൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് റോസ് വാട്ടർ ആണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, സെയിം അർബൻ ബൊട്ടാണിക്സിൻ്റെ തന്നെയാണ്. അപ്പം ഞാൻ ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അലോവേര ജെൽ, അതുപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, അതുപോലെ തന്നെ റോസ് വാട്ടർ. ഈ 3 സാധനങ്ങൾ മാത്രം മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇത് അടച്ച് നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേയും അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമ്മുടെ സ്കിൻ നല്ലപോലെ ഗ്ലോ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും. സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്കിത് പുറത്ത് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാം. മേക്കപ്പ് ചെയ്യുന്നവർക്കും അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയിക്കോട്ടെ, ഓയിലി ആയിക്കോട്ടെ, ആക്നെ പ്രോൺ സ്കിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോമ്പിനേഷൻ സെൻസിറ്റീവ് ഏത് സ്കിൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസിലൊക്കെ ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ വരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെ നമ്മുടെ സ്കിൻ പോസിനെയൊക്കെ ഇങ്ങനെ അടച്ച് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാക്കുമോ, അതായത് ഈ ഓയിലൊക്കെ അടിഞ്ഞുകൂടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു മോയ്സ്ചറൈസർ കൊണ്ട് നമുക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ ഇത് യൂസ് ചെയ്യാം. നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിന്. ഓക്കെ, നല്ലൊരു DIY മോയ്സ്ചറൈസർ ആണ്. നമുക്കിത് കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി ആക്കുകയാണെങ്കിൽ നമുക്കിതൊരു സിറം പോലെയും യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ റോസ് വാട്ടറും കുറച്ച് വെള്ളവും കൂടെ ഒക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു സിറമായിട്ടും അതുപോലെ തന്നെ ഹെയർ സ്പ്രേ ആയിട്ടും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.